നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു മെഗാവിശേഷം തന്നെ കേട്ടോ നടക്കുന്നത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനിയുടെ അടുത്ത് അവന്തിക പറഞ്ഞു, അനിയേട്ട എത്രയും പെട്ടെന്ന് അനാമിക ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ? പണം കൊടുത്തിട്ടാണെങ്കിലും ശരി, ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഹനി പറഞ്ഞു, പണം കൊടുത്ത് അവളെ ഒഴിവാക്കാനോ? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അവന്തികെ. കാരണം അങ്ങനെ ഒഴിവാക്കാനായിട്ട് അതിന് മാത്രം എന്തിരിക്കുന്നു? അവൾ എന്നെയാണ് ചതിച്ചേ, എന്നിട്ട് അവൾക്ക് ഞാൻ പണം കൊടുത്ത് അവളെ ഒഴിവാക്കണോ അല്ലേ? അല്ല, അവള് പിന്നെ ഒഴിവായി പോയില്ലെങ്കിലോ അനിയേട്ടൻ ജീവിതത്തിൽ നിന്ന് അനിയേട്ടൻ പിന്നീട് ജീവിതം ഉണ്ടാകുമോ? അതാണോ കാര്യം? പറഞ്ഞു നോക്കും, ഒഴിവായില്ലെങ്കിൽ അവളെ കൊട്ടേഷൻ കൊടുത്തിട്ട് നമ്മൾ തീർത്ത് കളയും. എന്നാലും കുഴപ്പമില്ല, അവൾക്ക് 1 രൂപ പോലും ഞാൻ കൊടുക്കില്ല എന്നും പറഞ്ഞ് അനിയ അങ്ങോട്ട് കയറിപ്പോയി. അവന്തേക്ക് നല്ല ടെൻഷനായി. ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അവന്തേക്ക് പിന്നീട് നാഗേന്ദ്രനെ കാണാനിട്ട് ചെന്നു. നാഗേന്ദ്രനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. അച്ഛ, എന്ത് ചെയ്യണമെന്നറിയില്ല. അനിയേട്ടൻ പൈസ കൊടുത്ത് അനാമിക ഒഴിവാക്കും തോന്നില്ല. അവളാണെങ്കിലോ അട്ടയെ പോലെ കടിച്ചു തൂങ്ങിയിരിക്കുക. പൈസ കിട്ടിയില്ലേ പോവില്ല എന്നുള്ള തീരുമാനത്തില്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കല്യാണം എങ്ങനെ നടക്കും? അനിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയാൽ മാത്രമല്ലേ എനിക്ക് അനിയേട്ടനുമായിട്ട് ഒന്നാൻ പറ്റുള്ളൂ. ശരിയാ മോളെ, നീ പറഞ്ഞ 100% ശരിയാ. പക്ഷേങ്കിൽ അവര് പണം കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് ഡിവോഴ്സ് കിട്ടത്തില്ല. അതാ പറഞ്ഞത്. അപ്പൊ ഇനി എന്റെ കല്യാണം എങ്ങനെ നടക്കണേ? മോള് വിഷമിക്കൊന്നും വേണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അച്ഛാ, നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് അവളെ ഒഴിവാക്കിയാലോ? അത് ശരിയായിട്ടുള്ള കാര്യമാ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എത്ര രൂപ വേണം നമുക്ക് കൊടുക്കാം. പക്ഷെ അതല്ല, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കൊടുത്തു, അങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ വരില്ലേ? പിന്നെ എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഡേവിഡ് വഴി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷെ ഡേവിഡ് എന്തിനാ അവൾക്ക് പൈസ കൊണ്ടേ കൊടുത്തു എന്നൊരു അന്വേഷണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരില്ലേ? അത് ശരിയാ മോള് വിഷമിക്കൊന്നും വേണ്ട. എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അല്ലച്ചാ, ഇനിയിപ്പോ നമ്മൾ പൈസ കൊടുത്തു കഴിയുമ്പോ പൈസ വാങ്ങിയിട്ട് അവിടെ ചിലപ്പോൾ ഒഴിഞ്ഞു പോകില്ലെന്ന് പറഞ്ഞാലോ? അപ്പൊ നമ്മൾ വിട്ടുപോകത്തില്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണെ പിന്നെ അച്ഛന് മോള് പിന്നെ ഉണ്ടാകത്തില്ല. അവള് വല്ല കായലിലോ പുഴയിലോ എവിടെയെങ്കിലും പൊങ്ങത്തുള്ളൂ. ആ കാര്യമൊന്നും ഓർത്ത് മോള് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഓ, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. അങ്ങനെയാണെങ്കിൽ എന്റെ അനിയേട്ടൻ വിവാഹം നടക്കൂലോ അല്ലേ? പിന്നെ നടക്കുമെന്നോ? എപ്പം നടന്നെന്ന് ചോദിച്ചാൽ മതി, ഉറപ്പായിട്ടും നടക്കും മോളെ. എല്ലാത്തിനും മുഖ്യധാരയും ഞാൻ തന്നെ ഉണ്ടാവും. ഈ പറയുന്ന അനന്തമൂർത്തി ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. ഞാനായിരിക്കും അവിടെ ആളാവാൻ പോകുന്നേ. നീ കണ്ടു, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ആദർശിനെ കാണാനായിട്ട് നന്ദു വരുവാണ്. നന്ദു വന്നു കഴിഞ്ഞിട്ട് ആദർശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, നന്ദു ഇങ്ങ് നോക്ക്, ഈ പിക്ചർ കണ്ടോന്ന് ചോദിച്ചിട്ട് ഒരു പടം ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ്. ഇതാണ് സേവർ വരച്ചെന്ന പടമാണ്. നമ്മുടെ ശത്രു ഇയാളാന്നാ പറഞ്ഞു. ഇയാളോ? അതെ. അല്ല, ഇയാളെ ആദർശാണ് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അല്ല, വേറെ ആരെങ്കിലും? വേറെ ആരെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നേ. ഇനിയിപ്പോ എനിക്ക് ഇയാളോട്ട് യാതൊരു പരിചയമില്ല. അല്ല, അഭിയാണെന്ന് ഒരുപക്ഷെ അറിയാമെങ്കിലോ? അവനെ കാണിക്കാൻ പറ്റില്ലോ. അവനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ട് ബന്ധമാണെങ്കിൽ അപ്പൊ തന്നെ അയാളോട് പറഞ്ഞു കൊടുക്കില്ലേ? ഓ, അത് ശരിയാണല്ലോ. മാളവി എന്താളും ഇയാളെ കണ്ടിട്ടില്ല. ഏൻ ജ്വല്ലറി വന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാളവി എന്നോട് പറയേണ്ടതാ. മാളവിയെ ഞാൻ ഈ ഫോട്ടോ കാണിച്ചായിരുന്നു. പിന്നെ ഇനിയിപ്പം മുത്തശ്ശന്റെ ശത്രുവാണോന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇത് വെച്ച് ഞാൻ ഒരു അന്വേഷണം നടത്തി നോക്കാം. എന്തേലും വിവരം കിട്ടുമോന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ നന്ദു എൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് എടുക്കുന്നുണ്ട്. പിന്നീട് ചോദിച്ചു, അല്ല നയനേച്ചി എന്തേ? നയനെ അകത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നയനേച്ചി ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി നന്ദു. ഇതേ സമയത്ത് അവന്തികയോട് നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ നീ ഇനി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരില്ല. കാണാൻ വരില്ലെന്നോ? അതെ, കാണാൻ വരുന്ന അപകടമാണ്. നിനക്കറിയാലോ, നിനക്ക് ഏൻ ജ്വല്ലറിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് നിന്റെ വീട്ടിലുള്ളവർ നിന്നെ സംശയിക്കുന്നില്ല. പക്ഷെ അബിയുടെ കാര്യം അങ്ങനെയല്ല. അബിയുടെ കാര്യം അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇവിടേക്ക് വരുന്ന ശരിയാകത്തില്ലെന്ന്. ഒരുപക്ഷെ നമ്മുടെ പിന്നാലെ ചാരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിനക്ക് ദോഷം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയിപ്പം നീ എന്നെ കാണാനായിട്ട് വരില്ല. അപ്പൊ അച്ഛനെ കാണാതെ സാരമില്ല, കുറച്ച് നാളത്തേക്ക് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നീയും ഞാനും തമ്മിൽ ബന്ധം എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാവി തന്നെ ഇല്ലാതാകും. അതൊരു കാരണവശാലും പാടില്ല. ഇപ്പൊ ഏൻ ജ്വല്ലറിൽ ഏതൊക്കെയോ ശത്രുക്കൾ കയറി കൂടിയിട്ടുണ്ട്. മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്, ആരാ എന്താന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ അത് പണി കിട്ടും നമുക്ക്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മോൾ ഇവിടേക്ക് വരണ്ട. പിന്നെ ഏൻ ജ്വല്ലറി കയറി കൂടിയത് ആരാ എന്താന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അച്ഛാ അഭിയേട്ടനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം മോളെ, ഞാൻ എല്ലാവരെയും നോക്കി വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. പിന്നെ അറിയാലോ മോളെ, നിനക്കൊരാപത്തുണ്ടാകുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നോടം വരെ നീ ഇങ്ങോട്ടേക്ക് വരണ്ട. നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ശരിയാകത്തില്ല. അനിയും നീയും തമ്മിലുള്ള ബന്ധം, നിങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിയണം. അതുവരെയെങ്കിലും ഒരു കാരണവശാലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരും അറിയാൻ പാടില്ല എന്നൊക്കെ ഒരു ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അവന്തികയ്ക്ക്. അവന്തികയ്ക്ക് അത് സമ്മതമായിരുന്നു താനും. കുറച്ച് കഴിഞ്ഞപ്പം അവന്തിക അനിയുടെ അടുത്തേക്ക് വന്നു. പിന്നീട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇതെന്താ? അതെ, വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചല്ലേ, അപ്പൊ എന്റെ വക ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജ്വല്ലറി ബോക്സ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു മോതിരം എടുത്തു. മോതിരം എടുത്ത് അനിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അനി വെച്ചു, ഇത് സ്വർണ്ണമാണോ? ഓ, വലിയ ജ്വല്ലറി MDക്ക് ഇത് സ്വർണ്ണമാണോ വെള്ളിയാണെന്ന് കണ്ടാൽ തിരിച്ചറിയത്തില്ലെന്ന് ചോദിച്ചു. അല്ല, നീ എന്തിനാ ഇത്ര വിലയോടിപ്പുള്ള ഈ സ്വർണ്ണമൊക്കെ വാങ്ങി എന്റെ കയ്യിലിട്ട് തന്നെ? അതോ ഈ സ്വർണത്തിന് ഇമാതിരി വിലയുള്ള സമയത്ത്? സാധാരണക്കാരൊക്കെ സ്വർണ്ണത്തെ തൊടാനൊന്നും പേടിക്കുന്ന സമയത്ത്. കാരണം അറിയാലോ, ഓരോ ദിവസം ചെല്ലുമ്പോൾ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക. അവന്തിക പറഞ്ഞു, ഓ പിന്നെ ഒരു മോതിരം മേടിച്ച് ഇടാനുള്ള ആസ്തിക്ക് എനിക്കിപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അനിയേട്ടാ, അനിയേട്ടൻ ഇത്രയും വലിയ വിജയമല്ലേ കൈവരിച്ചേ, എന്നിട്ട് ഞാൻ ചെലവ് ചെയ്തില്ലെന്നായിരിക്കൂലേ? ഞാനല്ലേ നിനക്ക് ചെലവ് ചെയ്യണ്ടേ? ശരി, കുഴപ്പമില്ല, ഞാൻ ചെലവ് ചെയ്യാം. പിന്നെ നിനക്ക് ഞാൻ ചെലവ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നിന്റെ ചേട്ടനെ പോലെ അമ്മയെ പോലെ ഒന്നും അല്ല നിന്റെ സ്വഭാവം. അവരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്ത. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇത്രയധികം അടുപ്പം കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. അവധി പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാലോ. അല്ലെങ്കിലും അഭിയേട്ടൻ ആ ഡീല് കിട്ടത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടല്ലേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇവിടുന്ന് അഭിയേട്ടൻ ഇറങ്ങി പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് തിരിച്ചു കയറുകയാണെന്നാ പ്രാർത്ഥിച്ചേ. അത് അതുപോലെ തന്നെ നടന്നു. അനി പറഞ്ഞു, അത് ശരിയാ. അല്ലെങ്കിലും അവൻ ആ ഡീൽ ഉറപ്പിക്കാൻ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആദർശേട്ടൻ്റെ ബുദ്ധിയായിരുന്നു ഇവിടെ. ആദർശേട്ടന് ഞാൻ ഡീൽ ഉറപ്പിക്കാൻ പോകുന്നില്ലെന്ന കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞത്. അല്ലായിരുന്നെങ്കിലോ, ഞാൻ ഡീൽ ഉറപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡീല് കിട്ടത്തില്ലായിരുന്നു. അത് കേട്ടപ്പോൾ അവന്തി ഇങ്ങനെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. പിന്നെ അത് മാത്രമാണോ, സാധാരണ ഡീൽ ഉറപ്പിക്കാൻ പോകുന്ന സമയത്ത് കമ്പനിയുടെ MDമാരല്ലേ പോകുന്നത്, ഇവിടെ മാനേജരും കൂടെ കൂട്ടിക്കൊണ്ടാണ് ആ ഡേവിഡ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതിന് പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അവന്തി പറഞ്ഞു, എന്ത് കാര്യം? ചിലപ്പം അഭിയേട്ടനെ വിളിച്ചിട്ടായിരിക്കും. അതെ, വിളിച്ചിട്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നേ ഈ പറയുന്ന അഭിക്ക് ആ AN ജ്വല്ലറിയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നാ. നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങള്. അവന്തിക്ക് അപകടം എടുത്തു. അവന്തി പറഞ്ഞു, അതൊക്കെ ചിലപ്പോൾ തോന്നലായിരിക്കും അനിയേട്ടാ, അങ്ങനെയൊന്നും ചിലപ്പോൾ കാണത്തില്ല. പിന്നെ മാനേജരെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് അയാൾക്ക് ചിലപ്പോൾ തോന്നി കാണുമായിരിക്കും. അഭിയേട്ടന് കഴിവുണ്ടെന്ന് തോന്നിയിട്ടായിരിക്കും. പക്ഷെ നമുക്കല്ലേ അറിയത്തുള്ളൂ അഭിയേട്ടൻ എന്താ ഏതാന്നൊക്കെ. കുറെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുവാണ് അവന്തിക. ഈ സമയത്ത് അനി പറഞ്ഞ, ശരി, അതെന്തേലും ആയിക്കോട്ടെ. പെട്ടെന്ന് അവധി ചോദിച്ചു, അല്ല അഭിയേട്ടൻ ഫ്രീ ആണോന്ന് ചോദിച്ചു. ഫ്രീയോ? അതെ, ഇന്ന് ഫ്രീ ആണോ? എനിക്ക് കുറെ തിരക്കുകൾ കാര്യങ്ങളുണ്ട്. എന്താ, നമുക്കൊന്ന് പുറത്ത് പോകാനായിരുന്നു. അത് നമുക്ക് പിന്നെ പോവാം എന്നൊക്കെ പറഞ്ഞ് അവന്തിയുടെ കവിളിലൊന്ന് തട്ടിയിട്ട് അനി അങ്ങോട്ട് പോകുന്നേ. അവന്തിക്ക് സംശയമായി. ഇനിയിപ്പം അനിയേട്ടൻ കാണാനായിട്ട് നന്ദുവിനെ കാണാൻ വേണ്ടി പോകുന്നതാണോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയാം. അങ്ങനെ എന്തേലും ആണോ എന്നൊരു ഭയം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. സത്യമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അനി നന്ദുവിനെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ബീച്ചിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. ബീച്ചിൽ നിൽക്കണ സമയത്ത് അനി പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് അവന്തിക എന്നെ പുറത്തു പോകാൻ വേണ്ടി വിളിച്ച ഞാൻ, പക്ഷേങ്കിൽ എനിക്ക് തിരക്കുണ്ടെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്താണെന്നറിയില്ല, അവൾക്ക് ഇപ്പം ഈയിടെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്കൊരു സ്വർണ്ണമോതിരമൊക്കെ സമ്മാനമൊക്കെ ആയിട്ട് തന്നു. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അതെന്തേലും ആയിക്കോട്ടെ. അല്ല, അങ്ങനെയല്ല നന്ദു, നിനക്കറിയാലോ അന്ന് ആ 3-ാം മാസ ചടങ്ങിന് നയനടുത്തിയുടെ നീ മേടിച്ചു തന്ന ഡ്രസ്സ് ഞാൻ ഇടാതിരുന്നതിന് കാരണം എന്താ? അവള് വാങ്ങിച്ചു തന്ന ഡ്രസ്സ് ഉണ്ടെന്നും പറഞ്ഞ് അവള് വാശി പിടിച്ചോണ്ടാ. അന്ന് നമ്മൾ തമ്മിൽ ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. എന്താണെന്ന് അറിയത്തില്ല അവൾക്ക് എന്നോട് ഇത്രയും അടുപ്പത്തിന് കാരണം. നന്ദു പറഞ്ഞു, അതെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നവീനന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാ. നവീന്റെ കാര്യത്തെക്കുറിച്ചോ? അതേന്നേ, നവീനന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഭയങ്കര പാവാ. ആളുടെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയുണ്ട്. ഏതോ പോലീസ് ഓഫീസറാന്നാ പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഏതാന്ന് നമുക്കറിയില്ല. ആ പെൺകുട്ടിയുടെ ഇതുവരെയായിട്ട് നവീനയുടെ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ സത്യങ്ങൾ തുറന്നു പറയാൻ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യണ്ടേ? അപ്പോഴേക്കും അനിയുടെ മുഖമൊക്കെ മാറി. അനി പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ? അത് വേണോ? നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ? അതെന്താ, നമ്മുടെ ഫ്രണ്ടല്ലേ നവീനേട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് ചോദിച്ചു. വേണം എന്ന് പറഞ്ഞാലും ഇനി പോലീസ് ഓഫീസറെയൊക്കെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നവീന്റെ അമ്മ സമ്മതിക്കോ? ഒരു കാരണവശാലും ഇല്ല. നവീന്റെ അമ്മയ്ക്ക് എതിർപ്പായിരിക്കും. അതൊക്കെ പോയിക്കോളും.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പക്ഷേങ്കിലും മകന് പോലീസ് ഓഫീസർ മാത്രം മതി, അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏതമ്മയെ സമ്മതിക്കാതിരിക്കുന്നേ? ഉറപ്പായിട്ട് സമ്മതിക്കും. പക്ഷെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. നമ്മൾ അതിനകത്തൊക്കെ തലയിടേണ്ട കാര്യമുണ്ടോ? എടാ നീ, നിനക്ക് എത്ര പറഞ്ഞാലും തലയ്ക്ക് കയറില്ലല്ലേ? നമ്മുടെ ഫ്രണ്ട് ആകുമ്പോൾ നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്യണ്ടേ? നവീനെ എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഹെൽപ്പ് ചെയ്യുക തന്നെ വേണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായി. നവീന്റെ മനസ്സിൽ ഇവളാ ഉള്ളതെന്നുള്ള കാര്യം എങ്ങനെ ഇവളോട് പറയും? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയത്താണ് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നത്. അവന്തിക കണ്ടു രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുന്നത്. ഓഹോ, അപ്പൊ അനിയേട്ടൻ തിരക്കുണ്ടെന്നും പറഞ്ഞ് വന്ന് ഇവളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവർ തമ്മിൽ ഇപ്പോഴും അടുപ്പമുണ്ട്, കൂടിക്കാഴ്ചകളുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിമിഷം ആലോചിച്ചു. പിന്നീട് അവന്തിക അനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് അനിയ നന്ദുവിനോട് പറഞ്ഞു, ഇതേ അവളാണല്ലോ വിളിക്കുന്നേ, എന്നാ കോൾ എടുക്ക്. കോൾ എടുത്തിട്ട് എന്താ പറയണേ? അനി, നീ കോൾ എടുക്കാതിരുന്ന സംശയം തോന്നുന്നു, കോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അനി കോൾ എടുത്തു. കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവന്തി ചോദിച്ചു, അനിയേട്ടൻ ഇത് എവിടെയാ? എന്താ? അല്ല, അനിയേട്ടന് ഇന്ന് തിരക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനിയേട്ടൻ ആ ബീച്ചിലുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞല്ലോ. ബീച്ചിലോ? ഞാനോ? അത് നിനക്ക് തോന്നിയതായിരിക്കും. തോന്നിയതൊന്നും അല്ല. അനിയേട്ടൻ ആ നന്ദു എന്ന് പറയുന്നവളുടെ കൂടെയാന്നാ ഞാൻ അറിഞ്ഞേ. നന്ദുവിനെയോ? ഒരിക്കലും ഇല്ല. അതൊക്കെ വെറുതെ ആ പറഞ്ഞവർക്ക് തോന്നിയതായിരിക്കും. അനിയേട്ടൻ ഇപ്പൊ എവിടാന്ന് ചോദിച്ചു. ഞാനിവിടെ ബീച്ചിലുണ്ട്, പക്ഷെ എൻ്റെ കൂടെ നന്ദു ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ബീച്ചിന്റെ അടുത്ത പാർക്കിലുണ്ട്, അനിയേട്ടൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തനി. എന്താന്ന് നന്ദി ചോദിച്ചു. അതെ, അവളിവിടെ ഉണ്ട്, അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നേ. ഞാൻ പറഞ്ഞു പിന്നെ നീ എൻ്റെ കൂടെ ഇല്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവളുടെ ഫ്രണ്ട് പറഞ്ഞെന്നൊക്കെയാ പറയണേ. ഒരു പക്ഷേങ്കില് ഇനിയിപ്പോൾ അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമോ? അവൾ നമ്മളെ കണ്ടിട്ടാണോ ഇങ്ങനെ പറയണേ? ഞാൻ ഒരു കാര്യം ചെയ്യാൻ നന്ദു, അവളുടെ അടുത്തേക്ക് ചെല്ലാം. അവൾ ഇനിയിപ്പോൾ ഈ കാര്യം ബാക്കി ആരോടെങ്കിലും പറയുന്നതിന് മുമ്പ് ചെല്ലണം, അല്ലെങ്കിൽ ആരുടെയും പറഞ്ഞിട്ടുണ്ട് പണി കിട്ടുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ചെല്ല്. അനി പറഞ്ഞു, എനിക്ക് നിന്നോടൊപ്പം കുറച്ച് സമയം ഇരിക്കണം എന്നുണ്ടായിരുന്നു, നിന്റെ അടുത്ത് കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. വേണ്ട വേണ്ട, നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം. അതും പറഞ്ഞിട്ട് മടി തലയൊക്കെ വെച്ച് കിടക്കാനല്ലേ? അതൊന്നും നടക്കില്ല. ഒരുമാതിരി കാമുകന്മാരെ, കുഞ്ഞു പിള്ളേരെ പോലെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിനക്കറിയാലോ, ഞാനൊരു SI ആണ്, അതിൻ്റെതായ രീതിക്ക് എനിക്കിപ്പോൾ പെരുമാറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓ, പിന്നെ ഒരു വലിയ SI വന്നിരിക്കുന്നു. ഇപ്പൊ അവൾ എന്നെ വിളിച്ചു, അല്ലെ ഞാൻ കാണിച്ചു തരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവുകയാണ്. നന്ദുവിന് മനസ്സിലായി, എപ്പൊ താനും അനിയും കൂടെ ഒന്നിച്ചിരിക്കാനും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. സാരമില്ല. അനിയുടെ അവസ്ഥ എന്താണെങ്കിലും നന്ദുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്തിയുടെ അടുത്തേക്ക് അനി വരികയാണ്. അപ്പോഴേക്കും അവന്തി ചോദിച്ചു, അല്ല അനിയേട്ടൻ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, അത് പിന്നെ ഞാന് വേണ്ട കൂടുതൽ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, അത് പിന്നെ എനിക്ക് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കുകൾ. പിന്നെ തിരക്കുകൾ ഉണ്ടായിരുന്നു പോലും. എനിക്കറിയാം അനിയേട്ടൻ്റെ തിരക്കുകളൊക്കെ എന്താ ഏതാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അല്ല എടി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല അനിയേട്ടാ. അനിയേട്ടൻ അറിയാവോ, നവീനേട്ടനുമായിട്ടുള്ള ആലോചന ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ കല്യാണം നടക്കുന്നു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ ആ സമയത്തും എൻ്റെ മനസ്സിൽ ഒരാളുണ്ടായിരുന്നു. നിന്റെ മനസ്സിൽ ഒരാളോ? അതെ, എൻ്റെ മനസ്സിൽ ഒരാളുണ്ടായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ അയാളുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേണേ വീട്ടിൽ പറയാം, നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് നടത്താന്നൊക്കെ അനി പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. എൻ്റെ മനസ്സിലുള്ള ആളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയേട്ടൻ അത് അറിയാവുന്ന ആളാന്ന് പറഞ്ഞു. അറിയാവുന്ന എനിക്കോ? അതെ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആള് തന്നെയാന്ന് പറഞ്ഞു. ഞാനോ? ദേ, നീ എന്തൊക്കെയാ പറയണേ? നീ ഇങ്ങനെ ചിന്തിക്കു പോലും ചെയ്യരുത്. നിന്നെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ആ കണ്ണുകൾ കൊണ്ട് നിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അനിയേട്ടാ, അനിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനിയേട്ടൻ മാത്രമായിരിക്കും, അല്ലാതെ വേറെ ആരും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പൊ തന്നെയാണെങ്കിലും അനിയേട്ടൻ എന്നെ ഒഴിവാക്കിയിട്ട് വന്നത് അവളെ കാണാൻ എന്നുള്ള കാര്യം മനസ്സിലായി. ആരെ? നന്ദുവിനെയോ? അതെ. എന്തെങ്കിലും തെളിവുണ്ടോ? എൻ്റെ കണ്ണുകൾ തന്നെ തെളിവ്. ഞാൻ അനിയേട്ടനെ കണ്ടായിരുന്നു, അനിയേട്ടനും അവളും കൂടെ സംസാരിച്ചിരിക്കുന്നേ. ഞാൻ അനിയേട്ടനോടൊപ്പം ഇച്ചിരി സമയം ചെലവഴിക്കാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനിയേട്ടന് സമയമില്ല, തിരക്കാന്ന് പറഞ്ഞ് പോന്നപ്പോൾ എനിക്ക് സംശയമായി. അതുകൊണ്ടാണ് ഞാൻ അനിയേട്ടനെ ഫോളോ ചെയ്തു വന്നപ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ സംസാരിക്കുന്നത്. അതെന്തേലും ആയിക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് അനിയേട്ടന് ഇഷ്ടവാ. ഇനിയിപ്പോൾ എനിക്ക് ആരോട് വേണമെങ്കിലും ഇത് പറയാം. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഭൂരിഭാഗം കല്യാണം വേണ്ടെന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പരിചയമില്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ, ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എങ്ങനെയാവുന്ന ഓർത്ത് അവൾക്കൊരു പേടി കാണും. അതുകൊണ്ടാ. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ആ പേടിയില്ല. എനിക്ക് അനിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അനിയേട്ടൻ ഇപ്പം എന്ത് പറഞ്ഞാലും ശരി,
എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനാണെങ്കിൽ അത് അനിയേട്ടൻ മാത്രമായിരിക്കും. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അനിയേട്ടനെ ആയിരിക്കും. അതിനൊരു മാറ്റമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അനിയേട്ടനെ. അനിയൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു. അതും പറഞ്ഞ് അവന്തേകം അങ്ങോട്ട് പോകുമ്പോഴത്തേനും അനി അവളെ വിളിക്കുകയാണ്. പക്ഷെ അവൾ നിന്നില്ല. അനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ദൈവമേ, ഇത് ചെവുത്താനും കടലിലും നടുക്ക് പെട്ട അവസ്ഥയാണല്ലോ. ഇനിയിപ്പം അവളെ വെറുപ്പിക്കാനും പറ്റില്ല. വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ കണ്ട കാര്യങ്ങളും എല്ലാം എല്ലാവരോടും തുറന്നു പറയും. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ സമനില എത്തുന്ന പോലെ തോന്നി എനിക്ക്. പിന്നീട് അവന്തിക നേരെ പോകുന്ന ആദർശിനെയും നയനെയും കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, ആഹാ, നിന്നെ കണ്ട് കുറെ ദിവസങ്ങളായല്ലോ എന്ന് പറഞ്ഞു. അതെ, 3-ാം മാസ ചടങ്ങിന് ഞാൻ വന്നതല്ലേ, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, ബാമോളെ, എന്ത് പറ്റി ഈ വഴിക്കൊക്കെ? ഒന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും ഒന്ന് കാണാൻ വേണ്ടി വന്ന. അങ്ങനെയാണ് ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട നയനേച്ചി എന്ന് പറഞ്ഞു. നയനേച്ചിക്ക് സുഖമൊക്കെ അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. കാര്യങ്ങൾ സംസാരിക്കണം. എന്ത് കാര്യങ്ങൾ? അത് ഞാൻ പറയാനുള്ള കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നോ പറയരുത്. എന്നെ സഹായിക്കണം. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, കാര്യം എന്താ വെച്ചാൽ പറഞ്ഞ് നീ പറ, എങ്കിലല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. അതെ, നിങ്ങൾക്കറിയാലോ, നവീനേട്ടൻ്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നവീനേട്ടൻ അത് വേണ്ടാന്ന് പറഞ്ഞപ്പം ഞാൻ ആകെപ്പാടെ തകർന്നുപോയി. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുരുഷൻ നല്ലവനായിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ ഒടുവിൽ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടെത്തി. ഞാൻ ചോദിച്ചു, അതാരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, അത് വേറെ ആരുമില്ല, എൻ്റെ മുറിച്ചെറുക്കന് അനിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശം നയനും പരസ്പരം നോക്കണം. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അനിയോന്ന് നയന് ചോദിച്ചു. അതെ, അനിയോട് ഞാൻ പോയി എൻ്റെ മനസ്സ് തുറന്നു, എൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ടോ അവൻ എന്ത് മറുപടി പറഞ്ഞു? അത് പോസിറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. അനിയന്റെ മനസ്സിൽ ഇപ്പോഴും അവളാന്ന് തോന്നുന്ന നന്ദു. നന്ദുവോ? അവൻ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എങ്കില് അനിയേട്ടൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വേറെ ആരോടും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണേ. ആദർശേട്ടനും നയനടുത്തേക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ. എൻ്റെ ഏട്ടനോടും അല്ലെങ്കിൽ അമ്മയോടും പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നയന പറഞ്ഞു, അത് ശരിയാ, അവരെ പോലെയല്ല നീ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നിന്നെ ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അവന്തി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയല്ലോ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ മനസ്സിൽ ഇപ്പം അനിയേട്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അനിയേട്ടൻ എന്നെ ഇഷ്ടമില്ലാന്ന് തോന്നേ. ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞപ്പം അനിയേട്ടൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചേ. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട. അല്ല, നന്ദുവ അവൻ്റെ മനസ്സിലുള്ളതെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എനിക്കങ്ങനെ തോന്നി. അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരിക്കലും എന്നോട് സംസാരിക്കില്ലായിരുന്നു. കാരണം നന്ദു ഉള്ളതുകൊണ്ടായിരിക്കും. ഞാനത് അനിയേട്ടനോട് ചോദിക്കുകയും ചെയ്തതാ. നയന പറഞ്ഞു, ഏയ്, നന്ദു അനിയും തമ്മിൽ ഒന്നാവാനായിട്ട് എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പ് ആ ബന്ധത്തിന്. അതുകൊണ്ട് അതോർത്ത് നീ പേടിക്കണ്ട അവധിയെന്ന് പറഞ്ഞു. അതല്ല നയനടുത്തി, അവന് പോസിറ്റീവായിട്ടൊരു മറുപടി എനിക്ക് തരായിരുന്നു. പക്ഷെ അവൻ തന്നില്ല. അതിനർത്ഥം എന്താ? അവൻ ഇപ്പോഴും അല്ല അനിയേട്ടൻ ഇപ്പോഴും അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദുവിനെ കൊണ്ടു നടക്കുന്നല്ലേ. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളോട് പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറ. എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കട്ടെ. അപ്പൊ കാര്യം ഒരു തീരുമാനമോ. പിന്നെ അവന്റെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ലല്ലോ. അതൊന്നും എനിക്ക് സാരമില്ല. ഡിവോഴ്സ് കഴിയുന്നോടം വരെ എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. ഞാൻ കാത്തിരുന്നോളാം, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് അനിയേട്ടനെ കിട്ടണം. എനിക്ക് അനിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. അനിയേട്ടനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ആ വീട് വിട്ടു പോകേണ്ട വരത്തില്ലോ. എനിക്ക് ആ വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം നയനെ അതൊക്കെ വിശ്വസിച്ചു. പിന്നീട് ആദർശം പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്നും പറഞ്ഞിട്ട് അവന്തികയെ പറഞ്ഞു വിടുന്നേ. അവന്തിക പോയി കഴിഞ്ഞപ്പം നയനെ ആദർശനോട് പറഞ്ഞു, അതെ, ആ അബിയെ പോലെ അപ്പച്ചയെ പോലെ ഒന്നും അല്ല അവന്തികയുടെ പെരുമാറ്റം. നല്ല സ്വഭാവമുള്ള കുട്ടിയാ. എനിക്ക് ഇത്ര നല്ലൊരു പെൺകുട്ടിയെ വേറെ കിട്ടത്തില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താൻ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അത് ശരിയാ, അവളും മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ സംസാരിക്കട്ടെ. എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അവരില്ല അവന്തിയെ കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു. ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മുത്തശ്ശനോട് വസന്തന മുത്തശ്ശി പറഞ്ഞു, ഇപ്പൊ എന്നെ നയനമോള് വിളിക്കുന്നൊന്നുമില്ല, ഇദ്ദേഹത്തെ എപ്പോഴും വിളിക്കുന്നേ. അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, ആ, ഇടയ്ക്കിടയ്ക്ക് എന്നെ മോള് വിളിക്കാറുണ്ട്, മോള് വിളിച്ച് സംസാരിക്കാറുണ്ട്. ഓ, ഇപ്പൊ ഞാൻ ഔട്ടായി അല്ലേന്ന് ചോദിച്ചു. അതെ, മോള് വിളിച്ചപ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? അതെ, അവന്തിക മോള് ഇങ്ങോട്ടേക്ക് വരുമെന്ന്, എന്തോ കാര്യം സംസാരിക്കുന്നു. എന്ത് കാര്യം? അതെന്താന്ന് അറിയത്തില്ല, പക്ഷെ ആ കാര്യം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. നടത്തി കൊടുക്കണമെന്നാ. അപ്പോഴാണ് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നേ.
അവന്തേ വന്നു കഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു, ഇതേ മോളുടെ കാര്യം ഇപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്തേ ചോദിച്ചു, എന്താ എന്താ മുത്തശ്ശാന്ന് ചോദിച്ചു. അതൊക്കെയുണ്ട്. അല്ല എന്താ മോളെ? അത് പിന്നെ എനിക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അത് പിന്നെ എനിക്ക് എന്താണെങ്കിലും ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഈ വീട് വിട്ടു പോയിട്ടൊരു കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. വീട് വിട്ടു പോയിട്ട് കല്യാണം വേണ്ടെന്നോ? മുത്തശ്ശൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അത് പിന്നെ മുത്തശ്ശ, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ? ഇപ്പൊ കല്യാണാലോചനയൊക്കെ വരുന്നല്ലേ ഉള്ളൂ, ധൈര്യമായിട്ടിരിക്കുക. നവീന്റെ ആലോചന വന്നു, അത് പിന്നെ നടന്നില്ലല്ലോ. അതെ, നവീനേട്ടന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നവീനേട്ടൻ നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷേ എങ്കിൽ നവീനേട്ടൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വാശിയായി. അങ്ങനെ എൻ്റെ മനസ്സിലൊരാൾ കയറിയെന്ന് പറഞ്ഞു. മോളുടെ മനസ്സിലൊരാളുണ്ടോ? അത് കൊള്ളാലോ. എങ്കിലത് ആരാന്ന് പറ, നമുക്ക് നടത്താന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു. അത് പക്ഷേ ആ ആളുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയാവുന്ന. അതെ, എൻ്റെ മുറച്ചെറുക്കന് അനിയേട്ടനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷം, ഇരട്ടി സന്തോഷം. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ അതാ മോള് പറഞ്ഞേ കല്യാണം കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ഇഷ്ടമില്ലെന്ന്. അതെ മുത്തശ്ശ, എനിക്ക് നിങ്ങളെയൊക്കെ ഇട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് പോകാൻ ഭയങ്കര മടിയാ. എനിക്ക് ഈ വീട്ടിൽ നിന്നാൽ മതി. അനിയേട്ടനെ എനിക്ക് ഇഷ്ടമാണ് താനും. ഞാൻ പക്ഷെ അനിയേട്ടനോട് ഈ കാര്യം തുറന്നു പറഞ്ഞു. അനിയേട്ടൻ അത്ര താല്പര്യമില്ലാത്ത പോലെയാ എന്നോട് പെരുമാറിയത്. താല്പര്യമില്ലാത്ത പോലെ. അതെ, അനിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാന്നാ തോന്നേ. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരിക്കില്ല മോളെ. മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധം നടത്താന്ന് പറഞ്ഞു. മുത്തശ്ശ, ഇനിയിപ്പോ അനിയേട്ടന്, അതെ അനിയുടെ കാര്യമൊന്നും മോള് ചിന്തിക്കണ്ട. അവനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം. മോള് ധൈര്യമായിട്ടിരിക്കുക. മോളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നേരത്തെ പറയാൻ മേലായിരുന്നോ? ഞങ്ങൾക്കും താല്പര്യമുള്ള കാര്യം. അതേ വസുന്ധര കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളൂ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ എന്ന്. നിങ്ങളുടെ ജാതകം തമ്മിൽ ചേരുകയും ചെയ്യും. അതൊക്കെ നോക്കിയതുവാന്ന് പറഞ്ഞു. അവന്തിയേക്ക് ഇരട്ടി സന്തോഷമായിരുന്നു. പിന്നീട് അവന്തിയെ അങ്ങോട്ട് പോയി സന്തോഷത്തോട് കൂടിയിട്ട് പോകുമ്പോഴത്തേനും മുത്തശ്ശനോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രണ്ടുപേരും കൂടെ ചേരുമെന്ന്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നമുക്ക് നടത്തണം. ഈ സമയം ജാനകിയും ദേവേനയും അജയനും കൂടെ സംസാരിക്കണം. അജയൻ പറഞ്ഞു, ഇപ്പൊ കമ്പനിക്ക് വെച്ചിട്ട് കയറ്റമുണ്ട്. മുമ്പത്തെ പോലെ ഒന്നുമല്ല. ഡീലും കാര്യങ്ങളൊക്കെ കിട്ടി കമ്പനി ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഈ പറയുന്ന ആദർശിനെ ഈ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് അച്ഛൻ തയ്യാറായിട്ടില്ലല്ലോ. ജാനകിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജാനകി പറഞ്ഞു, അത് പിന്നെ അനി കമ്പനിയുടെ MD ആയതിനു ശേഷമല്ലേ ഇത്ര നേട്ടങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാ. അത് മാത്രമല്ല, അനിയുടെ കാര്യം അറിയാലോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ അവനെ കമ്പനിക്കാരിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അനി കയറിയതുകൊണ്ട് മാത്ര ഈ ഡീലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അജയന് ദേഷ്യം വന്നു. അജയൻ പറഞ്ഞു, നീ എന്തൊക്കെയാടി പറയണേ? നിനക്ക് കണ്ണിച്ചോര ഉണ്ടോ? ആദർശ് കാരണോ? അല്ലെങ്കിൽ കാണായിരുന്നു. ദേവേന് പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ കുറിച്ച് എന്തായാലും പുകഴ്ത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാം. പക്ഷേങ്കിൽ അവനൊരു ക്രെഡിറ്റ് ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അവൻ വീട് വിട്ടു പോയിട്ടും കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയൻ പറഞ്ഞു, അതെ ഞങ്ങൾ ആദർശനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നേ. അച്ഛ, ഇനിയെങ്കിലും ആദർശനെ ഇങ്ങോട്ട് തിരികെ വിളിക്കണം. പാവം ഈ കുടുംബത്തിന് വേണ്ടി ഇപ്പോഴും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുവാണ്. നിനക്കെന്താ അവൻ ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്നുണ്ടോ? വിളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു വിരോധമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ കാണത്തില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അത് കേട്ടപ്പം ഭയങ്കര ടെൻഷനായിപ്പോയി അജയനൊക്കെ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അല്ലച്ചാ, അച്ഛൻ എന്തോ സംസാരിക്കാൻ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേ. അതെ, അനിയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് അവർ നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആലോചനയോ? അതെ, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അത് നടത്തി കൊടുക്കണം, നല്ലതായിരിക്കും. അപ്പോഴേക്കും ദേവേനി ചോദിച്ചു, അതാരാച്ചാ? പെൺകുട്ടി ആരാന്ന് ചോദിച്ചു. പെൺകുട്ടിയെ നിങ്ങളൊക്കെ അറിയും. അവന്തികയ്ക്ക് അവളെ ഇഷ്ടമാണ്. അല്ല, അവന്തികയ്ക്ക് അവനെ ഇഷ്ടമാണ്. അത് പറഞ്ഞു കഴിഞ്ഞു. അത് കൊള്ളാലോ, ഞങ്ങൾക്കും അവന്തികയെ ഇഷ്ടമാന്ന് അപ്പൊ തന്നെ ചാടി ജാനകി പറയണം. ആ സമയം ദേവേനോട് മുത്തശ്ശി ചോദിച്ചു, നിനക്ക് വലിയ എതിർപ്പുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് എന്തെതിർപ്പ്? എനിക്ക് അവന്തിക മോളെ താല്പര്യമാണ്. അവളുടെ സ്വഭാവം പഴയതുപോലെ ഒന്നുമല്ല, നല്ല സ്വഭാവമാണ്. മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പം അവന്റെ മനസ്സിൽ എന്താ ഏതാണെന്നും അറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം നടത്താം. ഇനിയിപ്പം അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം. ഡിവോഴ്സിന് മുമ്പ് എൻഗേജ്മെന്റ് നടത്തി വെക്കാം. ഡിവോഴ്സ് കഴിയുമ്പോൾ കല്യാണം നടത്താലോ. അജയൻ പറഞ്ഞു, അച്ഛാ, അത് പിന്നെ അവന് ഈ ബന്ധത്തിന് താല്പര്യം ഉണ്ടോന്ന്. ഇനിയിപ്പോൾ അവന്റെ താല്പര്യമൊന്നും അധികം നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെ വന്നാലും ശരി, ഈ വിവാഹം നടത്തിയേ മതിയാവുള്ളൂ. അതിലൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു.
കുറച്ച് കഴിഞ്ഞപ്പോൾ ജാനകി അവന്തിയുടെ അടുത്തേക്ക് ചെന്നു. അവന്തിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോളെ എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ മോനെ നിനക്ക് ഇഷ്ടമല്ലേന്ന് ചോദിച്ചു. അതെ എനിക്കിഷ്ടമാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടത്താം, എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ്. ആ നന്ദു എന്ന് പറയുന്നുള്ള ഈ വീട്ടിലേക്ക് വരില്ലെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം കുളം തോണ്ടും. നന്ദുവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നേ ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ലെന്നാ. പക്ഷെ അതൊന്നും അല്ല. അവർ പുറമെ അങ്ങനെ പറഞ്ഞാൽ അവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്നറിയോ, അവൾ ഈ കുടുംബത്തിലേക്ക് വരണം എന്നുള്ള, മോൾ ഈ കുടുംബത്തിലേക്ക് വരുന്നത് എനിക്കിഷ്ടം. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, എനിക്ക് അനിയണ്ണ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്ക് മോളെ ഇഷ്ടമാണ്, നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോയി. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക്ക് സന്തോഷം. അവന്തിക്ക് സ്വപ്നം കാണാൻ തുടങ്ങി. ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ തനിക്ക് അനിയണ്ണെ കിട്ടും എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. അപ്പം അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.